ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പുഡിങ് നമുക്ക് ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടോഫി പുഡിങ്ങാണ് റെഡിയാക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. പുഡിങ് റെഡിയാക്കാനായിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഒന്ന് മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് മെൽറ്റായി തുടങ്ങി, സൈഡിൽ നിന്നൊക്കെ ഒരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 പേർക്കുള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അളവുകളെല്ലാം ഇരട്ടിയാക്കി എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കട്ടയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. പാല് ചേർക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ചെറിയതായിട്ട് നമ്മൾ ക്യാരമൽ ചെയ്തിട്ടൊക്കെ ഒന്ന് അലിയാതെ കിടക്കുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല, നന്നായിട്ടങ്ങ് തിളയ്ക്കുമ്പോൾ അതങ്ങ് മെൽറ്റായി വന്നോളും. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതിലേക്കുള്ള കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലോർ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇത് പാല് ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വെച്ചാലും മതി. ചൂടായിട്ടുള്ള ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ഇതിൽ ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ക്യാരമലായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയൊക്കെ ഒരു തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചെറിയ തരിയൊക്കെ ആണെങ്കിലും അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിനി ഒന്ന് തിക്കായി വരണം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് കമഴ്ത്തി വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലാതെ ഈ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചൂടൊന്ന് പൊക്കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ചൂട് പോയിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറൊക്കെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. 2 മണിക്കൂറൊക്കെ തണുപ്പിക്കുകയാണെങ്കിൽ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒന്നും കൂടെ ഈസി ആയിരിക്കും.
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മൾ ജലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഫീഡ്ബാക്കായിട്ട് തരണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്